ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമ്മളെ ബിഗ് ബോസ് സീസൺ 6 മിക്ക കണ്ടസ്റ്റൻസിനും ഈ ഒരു ഷോ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഷോ എങ്ങനെ കളിക്കണമെന്നോ യാതൊരു ഐഡിയയും ഇല്ലാതെ, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ പവർ ടീമിനാണെങ്കിൽ അങ്ങനെ ഓരോ ടീംസിന് കൊടുത്തിട്ടുള്ള പവർ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ മിക്ക കണ്ടസ്റ്റൻസും കളിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അവരുണ്ടാക്കുന്ന വഴക്കുകളൊക്കെ അത്തരത്തിലുള്ള വഴക്കുകളാണ്. എന്തിനാണ് അത്തരം വഴക്കുകൾ, അവിടെ ഒരു വഴക്കിൻ്റെ ആവശ്യം പോലും ഇല്ലയെന്ന് നമുക്ക് പല അവസരങ്ങളിലും തോന്നുന്നുണ്ട്. അവർ മനഃപൂർവ്വം അവിടെ ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ, എന്താ പറയുക, ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ജാസ്മിൻ ഗബ്രി വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റു കണ്ടസ്റ്റൻസിന് വെറും ചിരിക്കാനുള്ള ഒരു ക്യാരക്ടേഴ്സായി മാറിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇന്നത്തെ നമ്മൾ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് എയർ ചെയ്ത ആ ഒരു പോർഷനിലാണെങ്കിൽ പോലും രാത്രി മറ്റ് കണ്ടസ്റ്റൻസൊക്കെ പറയുന്നുണ്ട്, ഇവരെ കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഓപ്പൺ നോമിനേഷനിൽ പോലും പലരും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ, ജാസ്മിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ വിഷയം എന്താ പറയുക, ജാസ്മിൻ വന്നപ്പോൾ ഭയങ്കര വേറൊരു ടൈപ്പ് ഓഫ് മത്സരാർത്ഥിയായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പിന്നീട് ആ ഒരു ജാസ്മിനെ നമുക്ക് ആരും തന്നെ കാണാൻ സാധിച്ചില്ല. ഗബ്രി ജാസ്മിൻ അവർ തനിയൊരു സർക്കിളിൽ ഒതുങ്ങിക്കൂടുന്ന തരത്തിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോയിൽ മുമ്പോട്ട് പോകുന്നത്. സോ അവർ സെപ്പറേറ്റായി ഇൻഡിവിജ്വൽ ഗെയിം പുറത്തിറക്കിയാൽ മാത്രമേ അവരുടെ പൊട്ടൻഷ്യൽ പ്രേക്ഷകർക്കും കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഓപ്പൺ നോമിനേഷനിൽ ഹൈയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് കിട്ടിയതും നമ്മളെ ജാസ്മിൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളെ അർജുൻ, ശരിക്കും പറഞ്ഞാൽ അർജുൻ വരും ദിവസങ്ങളിൽ തീർച്ചയായും ഒരു ബെറ്റർ കണ്ടസ്റ്റൻ്റായി, അല്ലെങ്കിൽ ബെറ്റർ നല്ലൊരു കോണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീർച്ചയായും മാറുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം പുള്ളിയുടെ ഗെയിം പ്ലാൻസ്, അല്ലെങ്കിൽ പുള്ളി ഓരോ വിഷയങ്ങളെ എന്താ പറയുക, വിഷയങ്ങളോട് പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ തോന്നുമല്ലോ. സോ അങ്ങനെ തോന്നുമ്പോൾ അർജുൻ നല്ലൊരു മത്സരാർത്ഥിയാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റായി തന്നെ തുടരാനുള്ള എല്ലാ സാധ്യതകളും എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. സോ എന്തായാലും എന്താ പറയുക, നമ്മളെ ജാൻമിനി, അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ എന്തിനാണ് ആ ഒരു ചായയുടെ വിഷയത്തിൽ ഇത്ര വലിയൊരു പ്രശ്നമായി ആക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ മാത്രം ഉള്ള കാര്യമൊന്നും അതിലെനിക്ക് തോന്നിയില്ല. സോ ജാൻമണി വന്ന് ചോദിച്ചു അവിടെ, എന്താ പറയുക, ചായ ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ അർജുൻ പറഞ്ഞത് വളരെ ഡീസൻ്റ് ആയിട്ട് അർജുൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് അവേ ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവർക്കും നമുക്ക് അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാലം അധികം വളരെ, എന്താ പറയുക, നീറ്റായിട്ടാണ് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ജാൻമണി അത് വേറെ രീതിയിൽ, എന്താ പറയുക, ഏറ്റെടുത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഷോ എന്താണ്, അല്ലെങ്കിൽ പവർ ടീമിൻ്റെ പവർ എന്താണെന്നൊന്നും തന്നെ ഇതിലത്തെ പല കണ്ടസ്റ്റൻസിനും മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെ എമിന സിസ്റ്റർ ആണെങ്കിലും ആ ചിക്കൻ കറിയുടെ വിഷയത്തിൽ ഒരാൾ വന്ന് ഇത് അങ്ങനെ പറയുന്നു, ഒരാൾ വന്ന് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ പലരും മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതായത് പവർ ടീമിന് ഇത്തരം പവേഴ്സ് ഉണ്ട്, അവർക്ക് തീരുമാനിക്കാം ആര് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും. എന്നിട്ടും അത് തലയിലെടുക്കാൻ പറ്റാത്ത തരത്തിലാണ് പലരുടെയും ഗെയിം ബിഗ് ബോസ് ഷോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്താ പറയുക, ഒരുപാട് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ. സോ ചിലരൊക്കെ അവരുടെ, എന്താ പറയുക, ഒരു സേഫ് ഗെയിം കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്തുകൂടി വന്നാലേ അവരുടെ ഗെയിം എന്താണെന്ന്, അവരെ കൊണ്ട് എന്താണ് ഈ ഒരു ഷോയ്ക്ക് കൊടുക്കാൻ സാധിക്കുക എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളെ ഋഷിയൊക്കെ, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഋഷിയൊന്നും നല്ല രീതിയിൽ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഋഷിയൊക്കെ. സോ അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു സീസൺ 6-ൽ. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇവർ പലരും ബെറ്ററായ എന്താ പറയുക, ഗെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഓരോ പുതിയ ടാസ്കുകളൊക്കെ വരുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ വെയിറ്റിംഗ്, സത്യം പറഞ്ഞാൽ സിജോയുടെ കംബാക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും സിജോയുടെ ഒരു വമ്പൻ
എന്താ പറയുക ട്വിസ്റ്റ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ആരൊക്കെ ആയിരിക്കും ഈ ഒരു സീസണിൽ വരാൻ പോകുന്ന എന്താ പറയുക വൈൽഡ് കാർഡ് എൻട്രീസ് എന്നൊക്കെയാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നുകൂടി ചൂട് പിടിപ്പിക്കണം നമ്മൾ ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ജാസ്മിൻ ഗബ്രി വിഷയം ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു തരത്തിൽ ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നുകൂടി ഫയർ ആവണം നമ്മളെ ബിഗ് ബോസ് ഹൗസ്, എന്നാലേ പ്രേക്ഷകർക്ക് ഒരു അല്ലെങ്കിൽ അതിലിരിക്കുന്ന കണ്ടസ്റ്റൻസിന് ഒരു ഊർജ്ജം കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്